നിലമ്പൂരിൽ വി.എസ്. ജോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പുറത്തുവന്നത്. ജോയിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ ധാരണയായെന്നാണ് സൂചനകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നടത്തിയ സർവേയിൽ വി.എസ്. ജോയിക്കാണ് മുൻതൂക്കമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എന്നാൽ കോൺഗ്രസ് കേരളത്തിൽ നടത്തിയ രണ്ട് സർവേകളിലും, അതായത് സംസ്ഥാന സർവേയിലും കേന്ദ്ര സർവേയിലും കോൺഗ്രസ് നേതാവ് ആര്യടൻ ഷൗക്കത്തിനായിരുന്നു മുൻതൂക്കം എന്നുള്ളതാണ് കോൺഗ്രസുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. വി.എസ്. ജോയിയെ മത്സരിപ്പിച്ചാൽ യു.ഡി.എഫിന് നിരുപാധികം പിന്തുണ നൽകുമെന്നും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു കൊടുക്കുമെന്നും വാഗ്ദാനം നൽകിയ പി.വി. അൻവറിന്റെ ഉറപ്പിന്മേലാണ് വി.എസ്. ജോയിക്ക് യു.ഡി.എഫ് നിലമ്പൂരിൽ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത് എന്നാണ് വിവരം. പി.വി. അൻവറുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി വി.എസ്. ജോയിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം നടത്തുന്ന കുറേയേറെ വാദങ്ങളുണ്ട്. സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് എന്നുള്ളതാണ് അതിലൊന്ന്. രണ്ട് സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത്. അത് സംസ്ഥാന സർവേയും മറ്റൊന്ന് ദേശീയ സർവേയുമായിരുന്നു. എന്നാൽ ഈ സർവേകളിലെ യഥാർത്ഥ ഫലം എന്തായിരുന്നു എന്നുള്ള കാര്യം കോൺഗ്രസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ദുരൂഹമായിരിക്കുന്നത്. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത് എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന മറ്റൊരു വാദം. ഈ സർവേകളിൽ വി.എസ്. ജോയിക്ക് മുൻതൂക്കം ലഭിച്ചു എന്ന് കോൺഗ്രസ് നേതൃത്വം സൂചിപ്പിക്കുന്നു എങ്കിലും സർവേ ഫലങ്ങൾ പുറത്തുവിടാത്തതിനെതിരെ ഷൗക്കത്ത് വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ നേതാക്കളും ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാദം. എന്നാൽ മണ്ഡലത്തിലെ ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത് ഷൗക്കത്തിൻ്റെ പേരാണെന്ന് ഷൗക്കത്ത് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പി.വി. അൻവറിനെ ഭയക്കുകയാണ് എന്നാണ് ഷൗക്കത്ത് അനുകൂലികളുടെ വിമർശനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ പി.വി. അൻവർ ഭയന്നിരുന്നത് കോൺഗ്രസിനെയായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ പിന്തുണയില്ലാതെ ഒരിക്കലും യു.ഡി.എഫ് മുന്നണിയിൽ പി.വി. അൻവർ പ്രതിനിധീകരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ ഉൾപ്പെടുത്തില്ല എന്നുള്ള കാര്യം അൻവറിന് നന്നായി അറിയാം. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയം അനിവാര്യമായിരിക്കുന്ന സാഹചര്യത്തിൽ പി.വി. അൻവറിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചേ പറ്റുകയുള്ളൂ എന്ന സാഹചര്യമാണ് അവർക്ക്. പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യം മാത്രമാണ് വി.എസ്. ജോയിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനമെടുക്കാനുള്ള കാരണവും. ഈ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിക്കാൻ മറ്റൊരു വാദം കൂടി കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്നുണ്ട്. വി.എസ്. ജോയി ഡി.സി.സി അധ്യക്ഷനായതിനു ശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടായെന്നാണ് വിലയിരുത്തൽ എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മുസ്ലിം ലീഗുമായും നല്ല ബന്ധമാണ് ജോയി പുലർത്തുന്നതെന്നും അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് ലീഗിനും എതിർപ്പുണ്ടാവില്ല എന്നാണ് സൂചനകൾ എന്നുമാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തുന്നത്. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന ചില ആഭ്യന്തര സർവേ റിപ്പോർട്ടുകളിൽ വി.എസ്. ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന സൂചനകളാണ് തരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജോയിയേക്കാൾ മണ്ഡലത്തിൽ ജയസാധ്യത ആര്യടൻ ഷൗക്കത്തിനാണെന്നും ജനകീയ പിന്തുണയും ബന്ധുബലവും ആര്യടൻ ഷൗക്കത്തിന് വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഈ പറയുന്ന ആഭ്യന്തര സർവേകളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രധാന കാര്യം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ രണ്ട് സർവേകളിലും സാമുദായിക സമവാക്യത്തിനും യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി ആര്യടൻ ഷൗക്കത്തിനാണ് മുൻതൂക്കം എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം രാവിലെ പുറത്തു വന്നത്. എന്നാൽ സർവേകളിൽ പറയുന്നത് പോലെ അല്ലാതെ ആര്യടൻ ഷൗക്കത്തിന് പകരം മറ്റൊരാൾ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ അവിടെ CPM-ൻ്റെ ഒരു രാഷ്ട്രീയ കളിക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ശരി. നിലമ്പൂർ നിലനിർത്താൻ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറാകുമെന്നാണ് സൂചനകൾ. ആര്യാടൻ മുഹമ്മദിൻ്റെ മകനും നിലവിൽ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ഷൗക്കത്തിനെ യു.ഡി.എഫ് പരിഗണിക്കുന്നില്ലെങ്കിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കങ്ങൾ ഇടതുപാളയത്തിൽ നേരത്തെ നടന്നിരുന്നു എന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് വിവരങ്ങൾ. തൃക്കാക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസിന് അടുത്ത കേരള ഭരണം പിടിക്കാൻ നിലമ്പൂർ തിരിച്ചു പിടിക്കുക നിർണായകമാണ്. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചില്ലെങ്കിൽ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ഭരണം ലഭിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിലാകും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലമായ വയനാട്ടിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വിജയം ഹൈക്കമാൻഡിനും ഏറെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് നിയോഗിച്ച രാഷ്ട്രീയ തന്ത്രജ്ഞൻ കനഗോലുവിൻ്റെ സംഘം നിലമ്പൂരിൽ 2 തവണ സർവേ നടത്തി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിച്ചു എന്നാണ് വിവരം.
ഈ സർവേകളിലൊക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകണമെന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഈ സർവേ ഫലത്തിൻ്റെ റിസൾട്ട് പുറത്തു വിടാതെയാണ് PV അൻവറിൻ്റെ വാക്ക് വിശ്വസിച്ച് VS ജോയിക്ക് കോൺഗ്രസ് സീറ്റ് നൽകാൻ ഒരുങ്ങുന്നത് എന്നാണ് ഷൗക്കത്ത് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഗുരുതരമായ പ്രത്യാഘാതം നിലമ്പൂരിൽ മാത്രമല്ല വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ തുടർഭരണം വേണമോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്ന സംഭവമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. നിലമ്പൂരിൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ മകനായ ഷൗക്കത്തിനെ തന്നെയാണ് നിലമ്പൂർ തിരിച്ചു പിടിക്കാനുള്ള സ്ഥാനാർത്ഥിയായി സർവേകൾ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് സൂചനകൾ. രാഷ്ട്രീയത്തിനപ്പുറത്ത് സാംസ്കാരിക രംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചതും നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ ചെയർമാനുമായിരിക്കെ ദേശീയതലത്തിൽ നടപ്പിലാക്കിയ ശ്രദ്ധേയ പദ്ധതികളുടെ മികവുമാണ് സർവേയിൽ ആര്യാടൻ ഷൗക്കത്തിന് തുണച്ചത്. ആര്യാടൻ മുഹമ്മദിൻ്റെ വിയോഗശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തായിരിക്കും മികച്ച സ്ഥാനാർത്ഥി എന്ന വിലയിരുത്തലാണ് സർവേ റിപ്പോർട്ടിലുള്ളത്. ഈ റിപ്പോർട്ട് പരിഗണിച്ചായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമുദായിക സമവാക്യവും കോൺഗ്രസ് പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള മുസ്ലിം ഭൂരിപക്ഷമായ 6 ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നും വയനാട് സുൽത്താൻ ബത്തേരിയിലെ IC ബാലകൃഷ്ണൻ, മലപ്പുറത്ത് വണ്ടൂരിൽ നിന്നുള്ള AP അനിൽകുമാർ, പാലക്കാട് മണ്ഡലത്തിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നീ 3 MLA-മാരാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കണ്ണൂർ ഇരിക്കൂറിൽ നിന്നും സജീവ് ജോസഫ്, പേരാവൂരിൽ നിന്നും സണ്ണി ജോസഫ് എന്നിവരും, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വയനാട് കൽപ്പറ്റയിൽ നിന്നും T സിദ്ദീഖും മാത്രമാണുള്ളത്. നേരത്തെ T സിദ്ദീഖും പാലക്കാട് ഷാഫി പറമ്പിലുമായി മലബാറിൽ നിന്ന് 2 മുസ്ലിം MLA-മാരാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തതോടെ മലബാറിലെ കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രാതിനിധ്യം 2-ൽ നിന്നും 1 കുറഞ്ഞു. മലപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിക്കുന്നതോടെ മുസ്ലിം പ്രാതിനിധ്യം കോൺഗ്രസിന് ഉറപ്പിക്കാനാവും എന്ന ഗുണവും ഉണ്ടായിരുന്നു. മാത്രമല്ല, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ഇതര മതവിഭാഗങ്ങൾക്കും സ്വീകാര്യനായ മതേതരവാദിയായ നേതാവെന്ന പ്രതിച്ഛായയും ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമാകുമെന്നാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് എന്നാണ് സൂചനകൾ. മലബാറിൽ മേധാവിത്വമുള്ള മുസ്ലിം ലീഗിനെതിരെ കോൺഗ്രസിൻ്റെ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള MLA എന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ അസ്തിത്വത്തിൻ്റെ ആവശ്യം കൂടിയായിരുന്നു. കഴിഞ്ഞ 34 വർഷം ആര്യാടൻ മുഹമ്മദാണ് വർഗീയതയ്ക്കും മതരാഷ്ട്രീയത്തിനുമെതിരെ പൊരുതി മലബാറിൽ കോൺഗ്രസിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിച്ചത്. ആ വസ്തുതയും ആര്യാടൻ ഷൗക്കത്തിന് ഗുണകരമാകുമെന്നായിരുന്നു വിലയിരുത്തൽ. DCC പ്രസിഡന്റ് VS ജോയിയെ 1 വർഷത്തിന് ശേഷം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആദ്യം വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും PV അൻവർ തയ്യാറല്ലായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള കാര്യം അൻവറിന് നന്നായി അറിയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമായതിനാൽ ഇക്കാര്യത്തിൽ താൻ പറയുന്നതിനോട് താല്പര്യമില്ലെങ്കിലും കോൺഗ്രസ് സഹകരിക്കുമെന്നുള്ള കാര്യവും പുള്ളിക്കാരനറിയാം. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റായിരിക്കെ 2016-ൽ VS ജോയിക്ക് മലമ്പുഴയിൽ സീറ്റ് ഒരുക്കിയിരുന്നു. അന്ന് BJPക്ക് പിന്നാലെ 3-ാം സ്ഥാനത്തായിരുന്നു VS ജോയി. VS അച്യുതാനന്ദൻ 27,142 വോട്ടിന് ജയിച്ചപ്പോൾ BJPയുടെ കൃഷ്ണകുമാർ 46,157 വോട്ടുമായി രണ്ടാമതെത്തി. എന്നാൽ VS ജോയിക്ക് 35,333 വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. 2001-ൽ KSU പ്രസിഡന്റായിരുന്ന സതീശൻ പാച്ചേനി മലമ്പുഴയിൽ VS അച്യുതാനന്ദൻ്റെ ഭൂരിപക്ഷം 4,703 കുറച്ചപ്പോഴായിരുന്നു VS ജോയി BJPക്ക് പിന്നിൽ 3-മതായത്. ആര്യാടൻ ഷൗക്കത്ത് 2016-ൽ നിലമ്പൂരിൽ PV അൻവറിനോട് 11,504 വോട്ടിനാണ് പരാജയപ്പെട്ടത്. പിന്നീട് 5 വർഷം നിലമ്പൂരിൽ സജീവമായിട്ടും 2021-ൽ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിച്ച് DCC പ്രസിഡന്റ് VV പ്രകാശിനാണ് സീറ്റ് നൽകിയത്. DCC പ്രസിഡന്റ് സ്ഥാനമാണ് ആര്യാടൻ ഷൗക്കത്തിന് പകരം കോൺഗ്രസ് നേതൃത്വം നൽകിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ആര്യാടൻ ഷൗക്കത്തിനെ നീക്കുകയും ചെയ്തു. അന്ന് പൊട്ടിത്തെറിക്കാതെ ആര്യാടൻ ഷൗക്കത്ത് നേതൃത്വത്തിന് വഴങ്ങുകയായിരുന്നു. എന്നാൽ ഇത്തവണ ആ ഒരു പരിഗണന ചിലപ്പോൾ ഷൗക്കത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടി വരും. മാത്രമല്ല, 2016-ലും 2021-ലും PV അൻവർ നിലമ്പൂരിൽ വിജയിച്ചത് അൻവറിൻ്റെ മാത്രം സ്വാധീനം കൊണ്ടല്ല, ഇടതുപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൊണ്ടാണെന്നുള്ള കാര്യം കോൺഗ്രസിന് മനസ്സിലായില്ലെങ്കിലും CPM-ന് നന്നായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉറപ്പായും പിടിക്കുമെന്ന് CPM ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് കാരണവും.